ഹായ് കേരറ്റ്സ് and വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 നേവി SSR MR മെഡിക്കൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫോം ഫില്ലിംഗ് ആൾറെഡി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ 6th ഏപ്രിലാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഒത്തിരി കുട്ടികൾ 2026 നേവി SSR MR MAയിലേക്ക് തയ്യാറെടുക്കുന്നുണ്ട്. ആദ്യമായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവരെല്ലാവരും അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കുറച്ച് പോയിൻ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് മുഖേന നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ബെനിഫിറ്റ് എങ്ങനെയാണ് കിട്ടുന്നത്? മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് അറിയുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്ന ഒരു വീഡിയോ തന്നെയാണ്. നേവിക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് പരമാവധി ഫുൾ കാണുക, ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം നേവി SSR MR മെഡിക്കൽ അസിസ്റ്റൻ്റ് മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എന്തായിരുന്നു, എത്രയാണ് എന്നീ കാര്യങ്ങളൊക്കെ. മുൻ വർഷങ്ങളിലും നേവി SSR MR MAയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴും നമ്മൾ ഇതേ രീതിയിൽ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ തന്നെയാണ് പ്രോപ്പറായിട്ട് കട്ട് ഓഫ് വന്നിരിക്കുന്നതും. അൺഒഫീഷ്യലും ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 2025 നേവി SSR ആൻഡ് MRലേക്ക് കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ ആന ഡിഫൻസ് അക്കാഡമിക്ക് പറ്റിയിട്ടുണ്ട്. 2025 നമ്മുടെ അക്കാഡമി നമ്മൾ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ 2026 നേവി SSR MR MAയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ അവസാനം ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. മുൻ വർഷങ്ങളിൽ നമ്മുടെ അക്കാഡമിയിൽ നിന്ന് എത്ര കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം. നിങ്ങൾക്കൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള വീഡിയോ ലഭിക്കത്തില്ല. 100% ഗ്യാരൻറ്റിയോടെ ഞാൻ പറയുന്നത്. കാരണം ആരും തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് ഇടാറില്ല. പക്ഷേ നമ്മുടെ അക്കാഡമിയിൽ അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. കട്ട് ഓഫ് ആണെങ്കിലും മറ്റെന്താണെങ്കിലും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം. നമ്മുടെ അക്കാഡമിയിലെ നേവി SSR MRൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്ക് സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം പ്രൊവൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കാണുക വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. നോക്കൂ കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ആ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്താണ്? കട്ട് ഓഫ് നേവി SSR MRൻ്റെ ആയിരിക്കും ഷെയർ ചെയ്യാൻ പോകുന്നു. അതോടൊപ്പം തന്നെ മെഡിക്കൽ അസിസ്റ്റൻ്റെയും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും 2025. ഇത് 2026 നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. നോട്ടിഫിക്കേഷൻ ചാനലിൽ വന്നിരിക്കുകയാണ്. നിങ്ങളും ഇതുവരെ ഫോം ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്യാൻ നോക്കണം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഏപ്രിൽ 6 ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. 6th ഏപ്രിലാണ് ലാസ്റ്റ് ഡേറ്റ്. ഇനിയും നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അവസാന ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സൈറ്റ് ജാം ആവുന്നതായിരിക്കും. അതിന് മുന്നേ തന്നെ എല്ലാ കുട്ടികളും ഫോം ഫില്ല് ചെയ്തിരിക്കണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 1 ഇയർ ഏജ് റിലാക്സേഷൻ ഈ തവണ ലഭിച്ചിട്ടുണ്ട്. വേക്കൻസി ആണെങ്കിലോ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. 8000+ വേക്കൻസിയാണ് ഈ തവണ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ഏജ് ക്രൈറ്റീരിയ, ഡേറ്റ് ഓഫ് ബർത്ത്. ശ്രദ്ധിക്കുക കുട്ടികളെ, ഇതിനിടയിലാണ് നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. +2 പാസ്സായ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഈ ഒരു വീഡിയോ കാണുന്നത്. നേവി SSR എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്. ഇതിനകത്ത് എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഡീറ്റെയിൽ ആയിട്ട് പറയാം. 2024 മുതലുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. കേരള എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. ഓൾ ഓവർ ഇന്ത്യയിലല്ല, നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ കട്ട് ഓഫ് അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കൂ കുട്ടികളെ, 2024 പറയും, 25 പറയും. നേവി SSR എന്നൊരു ട്രേഡിൻ്റെയാണ് ഞാൻ പറയുന്നത്. ഏതാണ് നേവി SSR? നോക്ക്, പ്രീവിയസ് ഇയർ കട്ട് ഓഫ് 2024 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നേവി SSRൻ്റെ സ്റ്റേജ് 1ൻ്റെ കട്ട് ഓഫ് ആയിരുന്നു 19.25. വെറും 19.25 മാർക്ക് നിങ്ങൾ നേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേജ് 1 ക്രോസ് ചെയ്യാം. സ്റ്റേജ് 2 പിന്നെ സെപ്പറേറ്റ് എക്സാമാണ്. അതങ്ങ് വിട്ടാൽ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. ഈസി ആയിട്ട് അവിടെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റേജ് 1ലാണ് കോമ്പറ്റീഷൻ കൂടുതൽ. കാരണം ഫോം ഫില്ലിംഗ് കൂടുതലാണ്. അതനുസരിച്ച് അത്രയും പേരെ ക്രോസ് ചെയ്ത് വേണം സ്റ്റേജ് 1നകത്ത് ഇടം നേടേണ്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്റ്റേജ് 1ൽ എത്രയാണ്? ഇതായിരുന്നു കട്ട് ഓഫ് എന്ന് 2024. 2025 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 2025 നോട്ടിഫിക്കേഷൻ വന്നത് മാർച്ച് 22-നാണ്. 3 ഇൻടേക്കിലും കൂടിയായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. 02/2025, 01/2026, 02/2026. ഈ 3 ഇൻടേക്കിലും കൂടി ഒരൊറ്റ എക്സാം ആയിരുന്നു. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മളിട്ട വീഡിയോയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് ഇതിനിടയിലായിരുന്നു. 17-നും 21 മാർക്കിനും ഇടയിൽ. ഇനി എത്രയായിരുന്നു വന്നതെന്നും റിയലായിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നോക്കൂ, ഇനി നമുക്ക് MRൻ്റെ അപ്ഡേറ്റ് നോക്കാം. 2024 നിങ്ങൾക്ക് കാണാവുന്നതാണ്. MRൻ്റെ കട്ട് ഓഫാണ് 20.75.
ഇനി 2025 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന് മാർച്ച് 22-നാണ്. 3 ഇൻടേക്ക് ലിങ്കും കൂടിയാണ് നോട്ടിഫിക്കേഷൻ വന്ന്. കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് 15-നും 20-നും ഇടയിലാണ്. ഇനി നമുക്ക് പ്രോപ്പറായിട്ടുള്ള കട്ട് ഓഫ് എന്തായിരുന്നു എന്ന് നോക്കാം. 2024 നിങ്ങൾക്ക് ഇവിടെ കാണാം. 2025 നമ്മൾ പ്രീവിയസ് ഇയറിൽ എക്സ്പെക്ട് ചെയ്തിരുന്നു. അതിനുശേഷം വന്നത് എത്രയാണെന്ന് നോക്കൂ കുട്ടികളെ. സ്റ്റേജ് 1 കട്ട് ഓഫ് 3 ഇൻടേക്കിലെയും 2025 പറയുന്നത്. നേവി SSRൻ്റെ ബോയ്സിൻ്റെ കട്ട് ഓഫ് ആയിരുന്നു 17.5. എത്രയാണ്? 17.5 മാർക്ക്. 100 മാർക്കിൽ വെറും 17.5 മാർക്കാണ് സ്റ്റേജ് 1ൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അത്രയും മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റത്തില്ലേ? നേടാൻ പറ്റും. അപ്പോൾ നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 60-70 വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി നേവി SSR ഗേൾസിൻ്റെ കട്ട് ഓഫ് നോക്കൂ. സ്റ്റേജ് 1ൻ്റെ 29.75 ആണ്. ഇത് ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് കേട്ടോ. നമ്മൾ പ്രീവിയസ് ഇവിടെ എക്സ്പെക്ട് ചെയ്തില്ലേ? നോക്കൂ, ഇവിടെ നമ്മൾ ഒരു എക്സ്പെക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടോ. അതിനുശേഷം ഒഫീഷ്യലായിട്ട് വന്നതാണ് ഈ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്. ബോയ്സിൻ്റെ 17.5-ഉം ഗേൾസിൻ്റെ 29.75-ഉം ഈ 3 ഇൻടേക്കിലേക്കും കൂടിയുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് നേവി MRൻ്റെ സ്റ്റേജ് 1 കട്ട് ഓഫ്. നോക്കൂ കുട്ടികളെ, നേവി MRൻ്റെ കട്ട് ഓഫ് ആണ് 19.25. ബോയ്സിൻ്റെത് ഗേൾസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 21.5 മാർക്സ് ആണ്. ഇവിടെ 50 മാർക്കിൽ നിങ്ങൾക്ക് 19 മാർക്ക് നേടാൻ പറ്റത്തില്ല. നേടാൻ പറ്റും. 10ാം ക്ലാസ് ബേസ് എക്സാമാണിത്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ നല്ലപോലെ ഒന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നേവി MRൻ്റെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻറ്റിനെ നോക്കാം. 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 3 ഇൻടേക്കിൻ്റെ അല്ല 2 ഇൻടേക്കിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നത്. ഈ 2 ഇൻടേക്കിൻ്റെയും കട്ട് ഓഫ് എന്ന് പറയുന്നത് നോക്കൂ കുട്ടികളെ 43.25 ആയിരുന്നു. എത്രയായിരുന്നു? 43.25 മാർക്സ് ആണ്. നേവി SSRനെയും MRനെയും കമ്പയർ ചെയ്യുമ്പോൾ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് വളരെ ഹൈ ആയിരുന്നു. അതായത് 50% കൂടുതലാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. 2024-ലെയും 2025-ലെയും കട്ട് ഓഫ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു. ഇനി 2025-ലെ ഫൈനൽ കട്ട് ഓഫിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2026-ലെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എന്തായിരിക്കും അതിൻ്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രോപ്പർ അപ്ഡേറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ പല കുട്ടികളും ചോദിക്കും അതെങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോപ്പർ അപ്ഡേറ്റ് ലഭിക്കുന്നതെന്ന്. നോക്കൂ കുട്ടികൾ, എല്ലാ വർഷവും നമ്മുടെ അക്കാഡമിയിൽ നിന്നും നേവി MRലേക്കും SSRലേക്കും എയർഫോഴ്സ് എക്സിലേക്കും വൈയിലേക്കും ആർമിയിലേക്കും സെലക്ഷൻ കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് കട്ട് ഓഫ് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. 2025-ലെ നേവി SSR MRലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടികളുടെ അപ്ഡേറ്റ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ സെലക്ഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡ്രീം യൂണിഫോമായ നേവിയുടെ യൂണിഫോം അണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. SSR MR മെഡിക്കൽ അസിസ്റ്റൻറ്റ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്, ഇവിടെ സ്റ്റേജ് 1ൻ്റെ ഫെസിലിറ്റീസ് മാത്രമല്ല സ്റ്റേജ് 2 നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ. സ്റ്റേജ് 1 പാസ്സായാൽ ഉടനെ തന്നെ സ്റ്റേജ് 2-ലേക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ ഒരു ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ കേരളത്തിൽ തന്നെ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും റിട്ടേൺ ക്ലാസ്സുകളും ഫിസിക്കലും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആന ഡിഫൻസ് അക്കാഡമി മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ട്, സ്വന്തമായിട്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. സ്കിപ്പ് ചെയ്യരുത്. ആദ്യത്തെ ചാൻസിൽ തന്നെ ജോയിൻ ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യുക. കാരണം 2 ഇൻടേക്കിലും കൂടി ഒരൊറ്റ എക്സാം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡെയിലി ലൈവ് ക്ലാസ്സസ്, റെക്കോർഡഡ് ക്ലാസ്, ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്, മോക്ക് ടെസ്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ആയിരിക്കും കിട്ടുന്നത്. SSR MR MA. SSR എന്ന് പറയുമ്പോൾ +2 ബേസ്ഡ് ക്ലാസ്സാണ് പ്രോപ്പർ ലഭിക്കാൻ പോകുന്നത് കേട്ടോ കുട്ടികളെ. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സാക്കരുത്. ഉടനെ തന്നെ ജോയിൻ ചെയ്തോളൂ. ഫൈനലി കുട്ടികളെ, നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് ഫോഴ്സിൻ്റെയും അപ്ഡേറ്റ് കറക്റ്റായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അക്കാഡമിയിലെ കോഴ്സിന് ഡൗട്ട് ആണെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. 2026 നേവി SSR MR MAക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് എന്താണ്, അതനുസരിച്ച് ഞാൻ എൻ്റെ പഠിത്തത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഏത് സബ്ജക്റ്റിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതാക്കണം കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.